ഇന്നത്തെ റെസിപ്പി തട്ടുകട സ്റ്റൈലിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് തൊലി കളയാത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വത്തൽമുളക്, പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ഇട്ടോ. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർത്തത്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, കോൺഫ്ലവർ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഒരു നാരങ്ങ നീര് മുഴുവനായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കഴുകിയെടുത്ത് ചിക്കൻ വരഞ്ഞ് ഇതിലേക്ക് ചേർത്ത് മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി തേങ്ങയാണ് ഞാനിവിടെ ചേർത്തത്. എന്നിട്ട് അതും കൂടി ഈ ഒരു മസാലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 4 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഐസ് പോകാൻ കുറച്ച് നേരം പുറത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു കടായിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ രണ്ടാമതും കൂടി ചെയ്യുന്നുണ്ട് ബാക്കി വന്നത്. അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ചിക്കൻ നമുക്ക് അടച്ചു വെച്ചൊരു 8 മിനിറ്റോളം ഒരു വശം ഫ്രൈ ആവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 8-10 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ചിക്കൻ ജസ്റ്റ് നല്ലതുപോലെ കുക്കായും കിട്ടണം, അപ്പോൾ ക്രിസ്പിയും ആവണം. അതുകൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചൊരു 5 മിനിറ്റ് മറുവശം കുക്കാവുന്നത് വരെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാ 2 വശം നല്ലതുപോലെ മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാവെല്ലാം നല്ല മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു, അതും ഈ ഓയിലിൽ ഒഴിച്ചുകൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അടച്ചു വെച്ച് നമുക്കൊന്ന് 2 വശവും കുക്കാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് വേറൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആ സെയിം ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, വത്തൽമുളകും പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ചധികം കറിവേപ്പിലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വത്തൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറിവേപ്പിലെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.